ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു കിഡിലൻ ബിസിനസ് ആശയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുമുണ്ട്. ഡെയിലി എന്നെ എനിക്ക് ഒരു കോളോ രണ്ട് കോളോ മൂന്ന് കോളോ ഒക്കെ വരാറുണ്ട്. എനിക്ക് പല ഭാഗത്തുനിന്നും വരാറുണ്ട്. പല ഭാഗത്തുനിന്നും പല ആളുകളും വിളിച്ചവർ ചോദിക്കാറുണ്ട്. അത് എവിടെയാണ് അതിന്റെ റോ മെറ്റീരിയൽസ് കിട്ടുക, എവിടെയാണ് വിൽക്കുക, അതെങ്ങനെയാണ് അതിന്റെ മെഷീനേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് ബൈ ചെയ്യും, അവരെ കോൺടാക്ട് നമ്പർ, ഇങ്ങനെ പല രീതിയിലുള്ള എൻക്വയറീസും എനിക്ക് ഈ ബിസിനസിനെ കുറിച്ചിട്ട് എനിക്ക് വരാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു എൻക്വയറീസ് ഇതുപോലെ വരാനുള്ള കാര്യം. പക്ഷെ അതിൽ ഞാൻ ആ മുന്നേ ചെയ്തിരുന്ന വീഡിയോയിൽ ഒരു വ്യക്തമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ടോ കിട്ടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ കിട്ടിയതിന്റെ പുറത്ത് അതിലൊരു വന്നിട്ടുള്ള ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ ആളുകളൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ മറ്റൊന്നല്ല, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളെ നാടിനും നമ്മുടെ കേരളത്തിനും നമ്മളെ ഇന്ത്യ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിനും മൊത്തം ഭൂമിക്ക് തന്നെ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ആശയമാണ്. വളരെ ഓപ്പർച്യൂണിറ്റിയും വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് കൂടിയാണ്. നല്ല പ്രോഫിറ്റിലും നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന, ഒരുപാട് ആളുകൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ആശയമാണ്. അപ്പോൾ മറ്റൊന്നല്ല, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ സുഹൃത്തുക്കളെ, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അത്രമാത്രം വേസ്റ്റുകൾ ദിനം പ്രതി നമ്മുടെ നാട്ടിൽ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ എവിടെ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ അതിനെ എവിടെയും ഡംപ് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളും വളരെ കുറവാണ്. ഈ പ്ലാസ്റ്റിക് കൊണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ട് വളരെയധികം ആളുകൾ ഇത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, പല വേസ്റ്റും നമ്മളെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള വേസ്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പല രീതിയിൽ പല സമയം ഒരു നിശ്ചിത ടൈമിനുള്ളിൽ ഇതെല്ലാം നശിച്ചു പോകുന്ന ഒരു വേസ്റ്റുകളാണ്. പക്ഷെ പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വേസ്റ്റ് ആണ്. ഏകദേശം പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ഇല്ലാതായിത്തീരും. ആ പ്ലാസ്റ്റിക് എന്ന കണ്ടന്റ്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അത് ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാൻ ഏകദേശം 500 വർഷത്തോളം ടൈം എടുക്കുമെന്ന് അതിന്റെ പഠനം നമ്മളോട് പറയുന്നത്. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് ജനങ്ങൾക്കും ഭൂമിക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നത് കടലിലാണ്. ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട നമുക്ക് വർഷം അല്ലെങ്കിൽ ഓരോ ദിവസം ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റിന്റെ ഒരു ഭാഗവും അതിന്റെ കടലിലാണ് അതിനെ ഡംപ് ചെയ്യുന്നത്. ബാക്കിയാണ് ഭൂമിയിൽ അല്ലെ കരയിൽ ഉപേക്ഷിക്കുന്നത്. സോ ഇത് നശിച്ചു പോവാൻ അല്ലെങ്കിൽ ഇത് സ്വയം അങ്ങനെ നശിച്ചില്ലാതാവാൻ വളരെ കാലത്ത് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഓരോ ദിനം പ്രതി കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും, നമുക്കറിയാം, നമുക്കിത് റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഇതിന്റെ ഏകദേശം ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്ലാസ്റ്റിക്കിന്റെ ഏകദേശം 9% മാത്രമാണ് റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ഈ റീസൈക്കിൾ ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകൾ വീണ്ടും റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ വീണ്ടും മറ്റു പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് പല പല പ്രൊഡക്റ്റുകളുടെ രൂപത്തിലും വീണ്ടും അത് മാർക്കറ്റിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റീസൈക്കിൾ ചെയ്യാൻ നമുക്ക് ഒരുപാട്, ഇപ്പൊ നമ്മളൊരു റീസൈക്ലിംഗ് പ്ലാന്റ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കമ്പനികളൊന്നുമില്ല, വളരെ തുച്ഛമായിട്ടുള്ള കമ്പനികളുള്ളൂ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസ്സിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്, 7 ടൈപ്പ് പ്ലാസ്റ്റിക്കുകൾ നമുക്ക് റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിൽ ഹാർഡ് പ്ലാസ്റ്റിക് ഉണ്ട്, ഡെൻസിറ്റി കൂടിയതും കുറഞ്ഞതും, സോഫ്റ്റ് പ്ലാസ്റ്റിക്, അങ്ങനെ പല രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ളതും റീയൂസിന് അല്ലെങ്കിൽ ഒരു മറ്റു പ്രൊഡക്റ്റിലേക്ക് ഇത് കൺവേർട്ട് ആയിട്ട് വരാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റീസൈക്ലിംഗ് പ്രൊഡക്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറയുന്ന പോലെ പെറ്റ് ബോട്ടിൽ ഐറ്റംസ് ആണ്. പെറ്റ് ബോട്ടിൽസ്, അതുപോലെ അത് പെറ്റ് ബോട്ടിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ, അതുപോലെ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ അരിഷ്ടം, കഷായം, അങ്ങനെയൊക്കെ വരുന്ന തരം ബോട്ടിൽ, അങ്ങനെ ഒരുപാട് പെറ്റ് ബോട്ടിൽ കാറ്റഗറിയിൽ വരുന്ന എന്ന് വെച്ചാൽ സിംഗിൾ യൂസ് ബോട്ടിൽസ് ആണ് ഏറ്റവും കൂടുതൽ
റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്. കാരണം വെച്ചാൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നത്, നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പെറ്റ് ബോട്ടിൽ റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നോർമലി നമ്മുടെ നാട്ടില്, നമ്മുടെ പ്രദേശം, നമ്മൾ കേരളം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഇപ്പോ പല രീതിയിലുള്ള പ്ലാസ്റ്റിക് കളക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും, വേസ്റ്റ് കളക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്ലാറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വനിതാ വിഭാഗം, ഒരു ടീം നമുക്ക് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്നുണ്ട്. അവർ പ്രത്യേകമായിട്ട് പ്ലാസ്റ്റിക്കിനെ സോർട്ട് ചെയ്തുകൊണ്ട് പല രീതിയിലാക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് അതിന് കയറ്റി വിടുകയാണ് ചെയ്യാറ്. അത് പുറം സ്ഥലങ്ങളിലേക്ക്, മീൻസ് ഇപ്പോ ഗുജറാത്ത് അല്ലെങ്കിൽ ഹൈദരാബാദ്, ബാംഗ്ലൂര്, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ വലിയൊരു പ്ലാന്റുകൾ റണ്ണിങ്ങിലുണ്ട്. അപ്പൊ ആ പ്ലാന്റുകളിലേക്കാണ് നമ്മൾ നോർമലി ഇവിടുന്ന് പ്ലാസ്റ്റിക്കുകൾ കയറ്റി വിടുന്നത്. ഇപ്പോ നമ്മുടെ കോർപ്പറേഷൻ യൂണിറ്റ് ഇതിൽ പരിധിയിൽ നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള ക്രഷിംഗ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ എടുത്ത് അതിന് മറ്റുള്ള പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് അതിനെ ക്രഷ് ചെയ്തുകൊണ്ട് കയറ്റിവിടുന്നു, വലിയ പ്ലാന്റിലേക്ക് കയറ്റിവിടുന്നു. അവർ അതിന്റെ ബാക്കി പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മറ്റു പല കമ്പനികൾക്കും, അത് ആവശ്യമുള്ള പല കമ്പനികൾക്കും അത് യൂസ് ചെയ്യാൻ കൊടുക്കും. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ പല രീതിയിലുള്ള പ്ലാന്റുകളും നടക്കുന്നുണ്ട്, ക്രഷ് യൂണിറ്റുകൾ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ പെല്ലറ്റ്സ് യൂണിറ്റ് നടക്കുന്നത്, പെല്ലറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ റയറാണ് സത്യത്തിൽ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവിടെ നിന്നും കയറ്റിവിടുന്ന, ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് എടുത്തിട്ട് അത് കയറ്റിവിടുന്ന, അത് അക്സെപ്റ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അങ്ങനത്തെ ഒരു കമ്പനിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഏകദേശം ഒരു 4 വർഷത്തിലധികം ഞാൻ ടൈം എടുത്തിട്ട് ഞാൻ വളരെ നല്ല രീതിയിൽ, വളരെ ക്ലിയർ ആയിട്ട് അതിനെ സ്റ്റഡി ചെയ്ത് അതിന്റെ സാധ്യതകളും അതിന്റെ മറ്റു എല്ലാ ഭാഗങ്ങളും, അതിന്റെ റോ മെറ്റീരിയൽസ് നമുക്ക് എവിടെ നിന്നൊക്കെ സോഴ്സ് ചെയ്യാൻ പറ്റും, അതിനെ നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ അതിന് പ്രോസസ് ചെയ്യാൻ പറ്റും, എവിടെയാണ് അതിനെ നമ്മൾ സെല് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, എന്താണ് ഇതിന്റെ ഡിമാൻഡ്സ്, ആരാണ് ഇതിന്റെ ബയേഴ്സ്, ഏറ്റവും കൂടുതൽ ഇതിന്റെ ബയേഴ്സ് എവിടെയുള്ളവരാണ്, ഏത് നാട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കയറ്റിവിടുന്നത്, നമ്മൾ ഇന്ത്യയിലുള്ള കമ്പനികൾ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഇന്ത്യയിലുള്ള കമ്പനികൾ ഇതിന്റെ റോ മെറ്റീരിയൽസ് മറ്റു പല പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സും അല്ലെങ്കിൽ മറ്റു മാനുഫാക്ചേഴ്സ് ഒക്കെ ഇതിന്റെ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നത് പുറത്തുനിന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കകത്തൊന്നും അത്രയ്ക്ക് ബൾക്ക് ക്വാണ്ടിറ്റി റോ മെറ്റീരിയൽസ് കിട്ടാനില്ല. ഈ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഔട്ടാണ് മറ്റു കമ്പനികൾ മറ്റു പ്രൊഡക്റ്റുകൾ ചെയ്യുന്നതിന്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടും ചെറിയ ചെറിയ ഒരു മാലടക്കം മണി പോലെ തന്നെ വലുപ്പത്തിലുള്ള പെല്ലറ്റ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനെ പെല്ലറ്റ്സ് രൂപത്തിലാക്കാറുണ്ട്, അതുപോലെ തന്നെ അതിന് ഫ്ലൈറ്റ്സ് രൂപത്തിലാക്കാറുണ്ട്, ക്രഷ് ചെയ്തിട്ടാക്കാറുണ്ട്. അപ്പൊ ഇതിന് പല കമ്പനികൾ പല പ്രൊഡക്റ്റുകൾക്കും പല രീതിയിലുള്ള സൈസ് ആവശ്യം, റിക്വയർമെന്റ് ആവശ്യം ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ പല രീതിയിലുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ വേണം പല കമ്പനികളും ഇതിന്റെ റോ മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കാൻ. അപ്പൊ നമ്മൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഞങ്ങളോട് 3-4 വർഷമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞു. ഞാൻ ആക്ച്വലി ഒരു 20 കോടി രൂപ ബഡ്ജറ്റിൽ ഞാൻ നമ്മുടെ പാലക്കാട് ഭാഗം ഫോക്കസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ആ ഭാഗത്താണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ നല്ല സ്ഥല സൗകര്യം വേണം, നല്ല വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ നമ്മൾക്ക് ഞാൻ അങ്ങനെ ഒരു 20 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഞാനൊരു വലിയ പ്രൊജക്ട് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അപ്പോഴാണ് എനിക്ക് നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ നമുക്കൊരു കോള് കാര്യങ്ങൾ വരുന്നത്, പഞ്ചായത്തിൽ ഇതിന്റെ ഒരു കമ്പനി നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പഞ്ചായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ് ഇത്. 20 കോടി രൂപയുടേതല്ല, ഇത് 2 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിന്റെ 2 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതാണ്. ഓക്കെ, ഈ പ്രൊജക്ട് 2 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. അപ്പൊ ഇത് ഞാനൊരു പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ സ്റ്റഡി ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ജസ്റ്റ് നമുക്കറിയാം, നമുക്കൊരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ലോൺ പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള പ്രൊജക്ടുകളൊക്കെ റെഡിയാക്കിക്കൊണ്ട്, നമുക്കറിയാം ഒരു 5000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും പ്രൊജക്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡിയാക്കി തരും. ഓക്കെ, പക്ഷെ ഈ പ്രൊജക്റ്റുമായിട്ട് നമ്മൾ ബാങ്കിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് ഒരുപാട് നൂലാമാലകളുണ്ട്. കാരണം ഈ പ്രൊജക്ട് ബാങ്കിന് അറിയേണ്ടത് ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ എത്രത്തോളം സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ഈ പ്രൊജക്ട് എത്രത്തോളം വാല്യൂഡ് ആണ് മാർക്കറ്റിൽ, ഈ പ്രൊജക്ട് ഇതിന് ലോൺ പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ലോൺ, ഈ എടുക്കുന്ന ലോണിന്റെ എമൗണ്ട് തിരിച്ചടക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റ് ആണോ, അതിന് പുറമെ ഈ പ്രൊജക്ട് വെക്കുന്ന വ്യക്തി ഇത് നടത്താൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതൊക്കെയാണ് ബാങ്കുകൾ നോക്കിയത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം ഏതൊരു പ്രൊജക്റ്റ് നമ്മൾ ബാങ്കിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കമ്പനി എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ വെൽ സ്റ്റഡീഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ട് എന്നോട് ആരും എന്ത് ഡൗട്ട് ചോദിച്ചാലും ഒരു പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആൻസർ ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഞാൻ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഞാൻ അതിൽ ബാങ്കിനെ സമീപിച്ചിരുന്നു. കുറച്ച് സിവിൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട്, സിവിൽ സ്കോറിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കതിന് ലോൺ പാസ്സാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടും കാരണങ്ങൾ കൊണ്ടാണ് എനിക്കത് പ്രൊജക്ട് റെഡിയാക്കാൻ പറ്റാതെ ഞാൻ ഇപ്പോൾ അതിങ്ങനെ പെൻഡിങ്ങിൽ. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ആളുകളെ നോക്കുന്നുണ്ട്. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ, ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, നല്ലൊരു ജെനുവിൻ പ്രൊജക്റ്റിലേക്ക്, ജെനുവിൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മൾ നോർമലി നിങ്ങൾ ആരെങ്കിലും ഒരു ബിസിനസ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും കംഫർട്ടായിട്ടുള്ള നല്ലൊരു ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു സ്ഥലം, ഒരു പ്ലോട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ പ്ലോട്ട് കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. മുന്നോട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഈ പ്ലാന്റിന്റെ തൊട്ടടുത്ത് ഒരിക്കലും വീടുകൾ ഉണ്ടാവാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സൗണ്ട് പുറത്തു വരാൻ സാധ്യതയുള്ള സംഭവമാണ്. ഓക്കെ, ഇതിന്റെ ഒരു ക്രഷിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നല്ല സൗണ്ട് പുറത്തു വരാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് അടുത്തൊക്കെ വീടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീട്ടുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ശല്യങ്ങളും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ അവർ കംപ്ലൈന്റ് ചെയ്യും, പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വരും. അപ്പൊ ഒരിക്കലും തൊട്ടടുത്ത് വീടുകളുള്ള ഒരു ഏരിയ ഒരിക്കലും നിങ്ങൾ കണ്ടെത്താതിരിക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, വളരെ നല്ല രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വെള്ളം കൂടുതലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് ആയിരിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വാഷ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് നമുക്ക് ഇതിലൂടെ വന്നു പോകുന്നുണ്ട്, ഹോട്ട് വാഷിംഗ് ആൻഡ് കൂൾ വാഷിംഗ്. ഈ രണ്ട് മെത്തേഡിനും അത്യാവശ്യം വെള്ളം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല വെള്ളം അവൈലബിലിറ്റി ഉള്ള ഒരു ഏരിയ കൂടി ആയിരിക്കണം എന്നുള്ളത് സ്ഥലം നമ്മൾ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിന് വ്യക്തമായിട്ട് നമ്മൾ ഇതിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെ സ്റ്റഡി ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, ഏതുറക്കത്തിൽ നിന്നും ഒരാൾ ഇതിനെ കുറിച്ച് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, അത് ഇതെന്നല്ല, ഏതൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ബിസിനസ് കുറിച്ച് വളരെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം. കാരണം വെച്ചാൽ നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ പ്രൊജക്ട് റിപ്പോർട്ട് കാണിച്ചതിന്റെ പുറത്ത് നിങ്ങളും ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പോയി ഉണ്ടാക്കി നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ലോൺ പാസ് ആക്കി, അതല്ല. നമ്മൾ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട്, ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് ഒരിക്കലും അതിനെ ഫോളോ അപ്പ് ചെയ്യാതെ അതിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കോൺഫിഡന്റ് കണ്ടെത്തിക്കൊണ്ട് അതിന് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വലിയ ഒരു ലോസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യണം. അതിന്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതിന് മുന്നോട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇതിന്റെ റോ മെറ്റീരിയൽ സോഴ്സ് ആണ്. നമുക്കറിയാം റോ മെറ്റീരിയൽ സോഴ്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. ഓക്കെ, ഈ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ സോഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെയിലി നമ്മൾ ആഴ്ചയിലൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കും. അപ്പൊ അവരെ ഹോൾഡ് ചെയ്യണ അവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാം. നമ്മുടെ തൊട്ട പ്രദേശങ്ങളിൽ, വീടിന്റെ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന ഈ ആക്രി കച്ചവടമൊക്കെ ചെയ്യുന്ന കടക്കാർക്ക് നമുക്ക് അവിടെ നമുക്ക് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ കഴിയും. അതിനപ്പുറത്തേക്ക് നമുക്ക് കോർപ്പറേഷൻ ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവിടെ കോർപ്പറേഷൻ സ്വരൂപിക്കുന്ന വേസ്റ്റിൽ നിന്ന് നമുക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ കഴിയും. ആൾക്കറിയാം, കേരളം പോലത്തെ ഒരു സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്ലാസ്റ്റിക് ഹബ്ബുകളുണ്ട്. വേസ്റ്റ് കൊടുക്കുന്ന ആക്രി മെയിൻ ഹബ്ബുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ പട്ടാമ്പിയൊക്കെ, ഉദാഹരണത്തിന് പട്ടാമ്പി എടുത്തു കഴിഞ്ഞാൽ, പട്ടാമ്പിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ബൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിനു പുറമെ നമുക്ക് ഇതിന്റെ ആപ്പുകളുണ്ട്, വെബ്സൈറ്റുകളുണ്ട്. ഇപ്പൊ ഇന്ത്യ മാർട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റോ മെറ്റീരിയലിനെ കുറിച്ചിട്ട്
നമുക്ക് ഇന്ത്യ മാർട്ടിൽ കിട്ടും, എക്സ്പോർട്സ് ഇന്ത്യയിൽ കിട്ടും. നമുക്ക് ഒരുപാട് ആപ്പുകളും വേറെ നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് കിട്ടുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. നമുക്ക് അതുവഴി സോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ പല രീതിയിൽ നമ്മൾക്ക് ഇതിൽ വേസ്റ്റിന് നമ്മൾക്ക് നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്, പൂർണ്ണമായിട്ടും വേസ്റ്റ് ആണ്. അപ്പൊ ആ വേസ്റ്റിന് സോഴ്സ് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ കിട്ടും. ഇപ്പൊ നമ്മളൊന്ന് വിചാരിച്ച് നമ്മുടെ ഹോസ്പിറ്റലുകൾ, കഫേകൾ, ഹോട്ടലുകൾ പല ഭാഗത്തും പ്ലാസ്റ്റിക്കിന്റെ പ്രസൻസ് ഇല്ലാതെ സ്പോട്ട് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഇതിന് സോഴ്സ് ചെയ്യാൻ പറ്റും റോ മെറ്റീരിയൽസ്. പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതിനെ എവിടെ കൊണ്ടുപോയി സെല്ല് ചെയ്യും എന്നുള്ളതാണ്. അതിനും നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ മാർട്ട്, നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാം, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാം, യൂട്യൂബ് ഉപയോഗിക്കാം, അതുപോലെ ഇന്ത്യ മാർട്ട് ഉപയോഗിക്കാം. ഇന്ത്യ മാർട്ടിൽ നമുക്കിതിന്റെ ക്വാളിറ്റിയും സൈസും ക്വാണ്ടിറ്റി എല്ലാം നമുക്ക് ഇതിനെ കാണിച്ചുകൊണ്ട് വീഡിയോസ് ആയിട്ടും ഫോട്ടോസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ത്യ മാർട്ടിൽ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പോർട്സ് ഇന്ത്യ നമുക്ക് ഇതിന്റെ ഓർഡേഴ്സ് ഇഷ്ടം പോലെ കിട്ടും. ഞാൻ ഇതിന്റെ ഈ ഒരു പ്രൊജക്ടിന്റെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് വഴി ഞാൻ ഇതിന്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ എനിക്ക് 2-3 ഓർഡറുകളൊക്കെ വന്നിരുന്നു. ദുബായ് ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ വേറെ പല സ്ഥലത്തു നിന്നും എനിക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ കമ്പനി റൺ ആവാത്തതിന്റെ പുറത്ത് എനിക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ ഈ പ്രൊജക്റ്റുമായി നിൽക്കുന്നത്. വീണ്ടും പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയാസും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയക്കൊക്കെ പുറമെ നമുക്ക് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വേണ്ട ഒരു സംഭവം വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഒരു ക്ലീൻ വെബ്സൈറ്റ്, ഒരു നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ മൊത്തം ഡീറ്റെയിൽസ്, നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്ന മുതൽ, നമ്മുടെ കമ്പനിയുടെ പ്രോസസ്സിംഗ് രീതികൾ, നമ്മുടെ കമ്പനിയുടെ എത്രത്തോളം നീറ്റ് ആയിട്ടാണ് നമ്മുടെ കമ്പനി വർക്കൗട്ട് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം നല്ല പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതിനെ തെളിയിക്കുന്ന രീതിയിലുള്ള ഫുൾ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള വെബ്സൈറ്റ് നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ട് ഈ വെബ്സൈറ്റിലൂടെ ആയിരിക്കും ഒരു പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ പുറത്തുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ബിസിനസ് റിലേറ്റീവ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നതും ഇതിന്റെ ആവശ്യക്കാർ ഏറ്റവും കൂടുതൽ സെർച്ചിങ് നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വെബ്സൈറ്റിലൂടെ ആയിരിക്കും. അപ്പൊ വെബ്സൈറ്റ് നമുക്ക് നിർബന്ധമായിട്ടും ഈ കമ്പനി തുടങ്ങുമ്പോൾ നമുക്ക് വെബ്സൈറ്റ് നിർബന്ധമാണ്. അപ്പൊ വെബ്സൈറ്റിലൂടെ ആയിരിക്കും നമുക്ക് ഇതിന്റെ ഓർഡറുകൾ മാക്സിമം വന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതേപോലെ ഇന്ത്യ മാർട്ടൊക്കെ നമുക്ക് വളരെ ഉപയോഗിക്കാൻ കഴിയുന്ന, ഇതിന്റെ നല്ല ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാറ്റ്ഫോമുകളാണ്. അപ്പൊ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇതിന്റെ ഫോട്ടോയും ഇതിന്റെ സൈസും ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ഓർഡറുകൾ വരും. അത്രത്തോളം ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 100% ഓർഡർ വരും എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മെഷീനറീസ് നമുക്ക് എവിടുന്ന് ബൈ ചെയ്യും എന്നുള്ളതാണ്. പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കാറുള്ള ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എവിടുന്നാണ് മെഷീനറീസ് നമ്മൾ ഇതിന്റെ മെഷീനറീസ് ബൈ ചെയ്യുന്നത്. അപ്പൊ എന്നെ വിളിച്ച് ചോദിക്കുന്ന ആളുകൾ പലരും പല ഇതുപോലെ ഇപ്പോ ഞാൻ സംസാരിച്ച പോലെ തന്നെ ഒരു വലിയ പ്ലാന്റിനെ കുറിച്ചിട്ടല്ല പലരും വിളിച്ചിട്ടുള്ളത്. പലരും ചോദിച്ചിട്ടുള്ളത് ഒരു സിംഗിൾ മെഷീനിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രഷിംഗ് യൂണിറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് പല എൻക്വയറീസും വന്നിട്ടുള്ളത്. വളരെ റെയർ ആയിട്ടാണ് ഫുൾ യൂണിറ്റിനെ കുറിച്ചുള്ള എൻക്വയറീസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വരാറുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് അതിൽ നോ ക്ലീനിങ്, അതിന് ഒരു വാട്ടർ ഫെസിലിറ്റീസിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വളരെ ചെറിയ സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സൗണ്ട് ഒരു പ്രധാന പ്രശ്നമാണ്. അത് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ഏരിയ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഒറ്റ സിംഗിൾ മെഷീൻ വെച്ചുകൊണ്ട് നമുക്ക് ക്രഷ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഇതേപോലെ പുറത്ത് സ്ഥലങ്ങൾക്ക് നമുക്ക് ഇതിനെ കയറ്റിവിടാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നതാണ്. അതൊരു സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പെല്ലറ്റ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 20-23 മെഷീനറീസ് ജോയിന്റ് ചെയ്ത് ഒരു അത്രയും പ്രോസസ്സിങ്ങിലൂടെ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. അതിനുശേഷം അതിന് വരുന്ന ഔട്ട് എന്ന് പറയുന്നത് മറ്റു കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, മറ്റു മാനുഫാക്ചറിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി വേറൊരു വർക്കില്ല. അവർക്ക് ഡയറക്റ്റ് അതെന്ത് ചെയ്യാം, അവരെ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ക്രഷ് ചെയ്ത് മാത്രം വീഴുന്നുണ്ടെങ്കിൽ ബാക്കി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അത് ഏറ്റെടുത്തുകൊണ്ടാണ് അതിന്റെ ബാക്കി വർക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് മെഷീനറീസ് വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മെഷീനറീസിന്റെ കൊട്ടേഷൻ എടുത്തിട്ടുള്ളത് ചൈനയിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, ഹൈദരാബാദ് കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, ഗുജറാത്തിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, അതേപോലെ കോയമ്പത്തൂർ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പൊ ഈ പല ഏരിയയിലും കമ്പനികളുടെ റേറ്റുകൾ വ്യത്യാസമുണ്ട്. ഈ റേറ്റുകൾ വ്യത്യാസം പല രീതിയിലാണ്. കാരണം ഒന്ന് നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ പെർ ഹവർ നമ്മൾ എത്ര കിലോ
നമ്മൾ ഔട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പല മെഷീനറീസിന്റെ റേറ്റുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പൊ ഹവറിൽ 50 കിലോ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം. അപ്പൊ ചെറിയ മെഷീൻ മതി. അപ്പോൾ അതിന്റെ റേറ്റ് വരുള്ളൂ. പെർ കിലോ 100 ഉണ്ട്, 150 ഉണ്ട്, 200 250 ഉണ്ട്, 350 ഉണ്ട്, 500 ഉണ്ട്, 1000 ഉണ്ട്, 10,000. അങ്ങനെ പല രീതിയിലും പെർ ഹവറിൽ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന മെഷീനറീസ് അവൈലബിൾ ആണ്. പലതും പല റേറ്റുകളാണ്. നമുക്ക് ചൈനയിൽ നിന്ന് നമുക്ക് നല്ല ചെറിയ വിലയിൽ കിട്ടും. നമുക്കതിനെ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലാഭം തന്നെയാണ്. പക്ഷെ അത് വളരെ അന്വേഷിച്ചിട്ടും വളരെ നല്ല രീതിയിൽ എൻക്വയറി ചെയ്തുകൊണ്ടും ഒരു നല്ല കണക്ഷൻസ്, നല്ല ഒരു ക്ലോസ് ആയിട്ടുള്ള കണക്ഷൻസ്, ഒരു റിലേഷൻ ഉണ്ടാക്കിയതിനു ശേഷം അത് കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അങ്ങനെ ഫണ്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു നല്ല രീതിയിൽ അതിനെ എൻക്വയറി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ പോയിട്ടും, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലൊക്കെ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും, അല്ല ഏത് രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ എൻക്വയറി ചെയ്തുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് അതിനെ ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവര് അതിന്റെ റിലേറ്റീവ് ആയിട്ട് വരുന്ന കംപ്ലൈൻസുകളോ മൈനൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെടാൻ ഈസി ആക്സസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് വരാനും വന്നതിനെ കംപ്ലൈന്റ് റെഡിയാക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പൊ ചൈന പോലത്തെ ഒരു രാജ്യത്തൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട്. നമ്മൾ എക്സ്ട്രാ അഡീഷൻ നമ്മൾ വേറെ ഇതിൻ്റെതായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടെത്തി നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും, മെയിൻ്റനൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇന്ത്യക്കകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവര് തന്നെ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ തരും. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഹൈദരാബാദ്, ഗുജറാത്ത്, ബോംബെ, ഈവൻ നമ്മളെ കോയമ്പത്തൂർ വരെ നമുക്ക് ഇതിന്റെ കമ്പനി കാര്യങ്ങളൊക്കെ. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റുകൾ പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഇന്ത്യ മാർട്ടിൽ തന്നെ നമ്മൾക്ക് ഇതിന്റെ മെഷീൻസ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് മെഷീൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനിയുടെ ഡീറ്റെയിൽസ് വരും. ആ ഡീറ്റെയിൽസ് നിങ്ങൾ അത് ഓപ്പൺ ആക്കണം പോലില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ സപ്പത്തിന്റെ കോളുകൾ വന്നു തുടങ്ങും. പല കമ്പനികളുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് മെഷീൻ സെല് ചെയ്യുന്ന പല കമ്പനികളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കോളുകൾ വരും, നിങ്ങൾക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ വരും. നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ എടുക്കുന്നതായിരിക്കും. ഇപ്പൊ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, ഫുള്ളി മാനുവൽ മെഷീൻ ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്. അപ്പൊ മാനുവൽ മെഷീൻസ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ക്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് മാനുവലായിരിക്കും, അതിന്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്നത് മാനുവലായിരിക്കും. ആ ക്യാപ്പിന്റെ താഴത്ത് വരുന്നൊരു റൗണ്ട് ഉണ്ട്, ഒരു ചിട്ടുണ്ട്, അത് റിമൂവ് ചെയ്യുന്നത് മാനുവൽ. അത് മൊത്തം നമ്മൾ വാഷ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് മാനുവൽ ആയിരിക്കും. നമ്മൾ ക്രഷ് ചെയ്യല് മറ്റുള്ള കാര്യങ്ങളൊക്കെ മെഷീൻ ചെയ്യുക. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ ഒരു സാധാരണ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എടുത്ത് നമ്മൾ അതിനെ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡസ്റ്റ് ക്ലീൻ ചെയ്ത് മുതൽ അതിന്റെ ക്യാപ്പ് റിമൂവൽ, അതിന്റെ സ്റ്റിക്കർ റിമൂവൽ, സ്റ്റിക്കർ അടിച്ച ഭാഗത്ത് വരുന്ന പശ അത് കഴുകി വാഷ് ചെയ്യും. അതിനപ്പുറത്ത് അതിന് ക്രഷ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന സൈസിൽ അത് ക്രഷ് ചെയ്ത് തരും. ആ ക്രഷ് ചെയ്തതിന് അവര് ഒരു വാഷ് ചെയ്യും, ഹോട്ട് വാഷ് ചെയ്യും, കോൾഡ് വാഷ് ചെയ്യും. അതിനെ വീണ്ടും അങ്ങനെ പല രീതിയിലുള്ള പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വിഷയം. അപ്പോൾ ഇതിനൊന്നും നമുക്കിവിടെ ഒരു ലേബർ ആവശ്യം വരുന്നില്ല. പക്ഷെ നമുക്ക് ലേബർ ആവശ്യം വരും. എത്ര ഓട്ടോമാറ്റിക് മെഷീൻ കമ്പനി ആണെങ്കിൽ പോലും നമുക്ക് അവിടെ കുറച്ച് ലേബേഴ്സിന്റെ ആവശ്യം നമുക്ക് ഓട്ടോമാറ്റിക് വരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്കൊരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഷെഡിന് പുറമെ നമ്മൾ ഔട്ട്സൈഡ് സ്പേസ് കുറച്ച് അത്യാവശ്യമല്ല വൈഡ് സ്പേസ്, കൂടുതൽ സ്പേസ് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഫോം ആയിട്ടുള്ള ഒരു ബോട്ടിൽ ടൈപ്പാണ്. നമുക്കറിയാലോ, ബോട്ടിൽ ടൈപ്പാണ്, വെയിറ്റ് കുറഞ്ഞ സാധനമാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ അത്യാവശ്യം വെയിറ്റ് ക്വാണ്ടിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് പുറത്തായിരിക്കും. പക്ഷെ ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ സ്പേസ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ നമുക്ക് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷെഡിനുള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ, അതിനൊരിക്കലും നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല സ്പേസ് നമ്മൾ കണ്ടെത്തും. ഉള്ളിൽ തന്നെ നമുക്ക് ഷെഡിനുള്ളിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഇതിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ നിങ്ങൾക്ക് മനസ്സിലായി എന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് കുറച്ച് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ സ്റ്റഡി ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ള മറ്റു വീഡിയോകൾ കണ്ടിട്ടോ അല്ലെ മറ്റാൾ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും എടുത്ത് ചാടുകയും ചെയ്യരുത്. കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ടാർഗറ്റ് എന്റെ പ്രൊഡക്റ്റിന് ഞാൻ സെല് ചെയ്യാൻ ഉദ്ദേശിച്ച കസ്റ്റമേഴ്സ് എന്നത് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ്. സോ പുറത്തേക്കാണ്, ഇന്ത്യക്ക് പുറത്തേക്കാണ് ഞാൻ
എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്ലാന്റ് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ ഔട്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഇന്ത്യക്കകത്ത് അതിന്റെ ഇഷ്ടംപോലെ ആവശ്യക്കാരും ഡിമാൻഡ്സും എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ എക്സ്പോർട്ട് ചെയ്യാൻ. കാരണം അതിൽ വേറെ കുറെ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടും കാര്യങ്ങൾ കൂടി കൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇത് ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇനി ഒരു ഇതുപോലെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇതൊരു ജെനുവിൻ ബിസിനസ് ആണ്, ഒരിക്കലും നമുക്ക് ലോസ് വരില്ല. അപ്പോൾ ഇതിൽക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാനുമായി കോൺടാക്ട് ചെയ്യാം. വെൽ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്, എൻ്റെ ഒരു ഡ്രീം പ്രൊജക്ട് കൂടിയാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ജെനുവിൻ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ ചെറിയ ഫണ്ട് ഇട്ടിട്ട് തന്നെ കുറച്ച് ആളുകൾ നമുക്ക് ഒരുമിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഏത് രീതിയിലും കോപ്പറേറ്റ് ചെയ്യാൻ റെഡിയാണ്. സോ ഇതൊക്കെയാണ് ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളിൽ ഞാൻ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. അതിൽ